together. Hallelujah. Oh, we praise. Hallelujah. 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 യേശുവേ മഹോന്നതനേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. Hallelujah. എല്ലാവരും രണ്ട് കരങ്ങളും ഉയർത്തി Hallelujah. Hallelujah. Harvest TV പ്രേയിങ് കേരള കുടുംബാംഗങ്ങളെ ഈ പ്രഭാതത്തിൽ ഈ ആരാധനയിലേക്ക്, പ്രാർത്ഥനയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ യേശു നമുക്കായി ശ്രേഷ്ഠമേറിയത് ഈ പകൽ കരുതിയിരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്താൽ അത് പ്രാപിക്കുവാൻ ദൈവം ഒരു ദിവസം കൂടെ നമുക്ക് നൽകി തന്നപ്പോൾ ഇത് നമ്മുടെ വിടുതലിൻ്റെയും ദൈവിക അനുഗ്രഹത്തിൻ്റെയും യേശുവിൻ്റെ സമൃദ്ധമായ ജീവിതം അനുഭവിക്കുവാനുമുള്ള നല്ല ഒരു ദിവസം. We welcome everyone to join us as we sing and worship and pray before the presence of the Lord. I tell you, this is the day that the Lord has made, that each of us will inherit everything that God wants each of us to inherit in this season. Remember, God has always the best and greater things to fulfill in our lives. Jesus is our loving Father. Let's draw ourselves close to Jesus and sing. Hallelujah. To God be the glory. Hallelujah. Jesus. Hallelujah. Oh yes, Lord. Hallelujah. സൗന്ദര്യത്തിന്റെ പൂർണ്ണതയായ യേശുവിനെ ആരാധിക്കുവാൻ, രാജാധി രാജാവും കർത്താധി കർത്താവുമായ യേശുവിന് ഹല്ലേലൂയ പാടുവാൻ. Oh yes, Lord. Hallelujah. Hallelujah. പതിനായിരക്കണക്കിന് ജീവിതങ്ങൾ ഈ പകൽ ഞങ്ങൾ ഒന്നിച്ചു പാടുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെസ്, കരങ്ങളെ തട്ടി ചേർന്ന് ഞങ്ങളോടൊപ്പം Hallelujah. 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 Jesus. Hallelujah. And we praise you, Father. Hallelujah. പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുകയും അവിടുത്തെ എഴുതപ്പെട്ട വചനം അവനിലുള്ള വിശ്വാസത്താൽ നാം പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ യേശു എന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അത്ഭുതങ്ങളെ ഉളവാക്കുന്നു. രോഗികൾ സൗഖ്യമാകുന്നു, ഭൂതബാധിതർ വിമോചനം അനുഭവിക്കുന്നു, അടിമത്തങ്ങളിൽ നിന്ന് അനേക ജീവിതങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നു. നൂറ്റാണ്ടുകളായി തടസ്സങ്ങളായിരുന്ന വിഷയങ്ങളിൽ
ലോകത്തിന് അനേക രാജ്യങ്ങളിൽ ജീവിതങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത് കാണുവാൻ പ്രൈ കേരള കുടുംബത്തിന് ദൈവം ഭാഗ്യം നൽകുന്നു. പരിശുദ്ധാത്മാവിൻ്റെ അധിവാസം ഈ ശുശ്രൂഷയിലുള്ളതിൽ ഞങ്ങൾ സന്തോഷിക്കുകയും അത് എല്ലാവരെയും അറിയിക്കുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം എവിടെ ഇറങ്ങുന്നു അവിടെ നുകങ്ങൾ ഉടഞ്ഞു പോകും. എൻ്റെതായ ബലമോ എൻ്റെതായ ശക്തിയോ എൻ്റെതായ പ്രവൃത്തിയുടെയോ എൻ്റെതായ മിടുക്കിൻ്റെയോ ആവശ്യമില്ല. നമ്മെ സ്നേഹിക്കുന്ന യേശുവിൻ്റെ ഇഷ്ടമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം വിടുവിക്കപ്പെട്ട് ഇരിക്കുന്നത് കാണുവാൻ. ഈ പകൽ രണ്ട് കരങ്ങളും ഉയർത്തി യേശുവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. അവിടുന്ന് എനിക്ക് വേണ്ടിയുള്ള ആലോചന കരുതിയത് കൊണ്ട് ഞാൻ നന്ദി പറയുന്നു. Lord, I thank you for the word that you have kept for me for this day, Lord. Lord, here I am open before you to receive from you and hear from you. അങ്ങിൽ നിന്ന് സ്വീകരിക്കേണ്ടതിന്, അങ്ങിൽ നിന്ന് പ്രാപിക്കേണ്ടതിന് അങ്ങയുടെ മുൻപാകെ ഞങ്ങൾ തുറന്ന ഹൃദയത്തോടെ ആയിരിക്കുന്നു. Speak to us and set each of us free this morning, Lord. ഈ പകൽ ഞങ്ങളെ ഓരോരുത്തരോട് സംസാരിച്ച് അവിടുന്ന് ഞങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും. That we will advance where you want us to be, Lord. ഞങ്ങൾ എവിടേക്ക് ചെല്ലണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു അവിടേക്ക് ഞങ്ങൾ പോകുന്നവരായി മാറേണ്ടതിന്. That we will know the season that you have opened over our lives. ഞങ്ങളുടെ മീതെ അവിടുന്ന് തുറന്നിരിക്കുന്ന ഈ പുതിയ കാലത്തിൽ അത് തിരിച്ചറിഞ്ഞ് യാത്ര ചെയ്യുവാനുള്ള കൃപ അവിടുന്ന് പകർന്നാട്ട്. Precious Jesus, we thank you that you will give us ability and grace and the gift of faith that we will see Jesus more than anything else, Lord. പിതാവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിന്റെ വരത്താലും ദൈവകൃപയുടെ ശ്രേഷ്ഠതയാലും അവിടുന്ന് ഞങ്ങളെ നിറയ്ക്കും. യേശുവിനെ സകലത്തിലും സകലത്തിലും ശ്രേഷ്ഠനായി കാണുവാൻ അനുഭവിപ്പാൻ അവിടുന്ന് ഞങ്ങൾക്ക് ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Lord, for you are our creator and we give our lives to you. അവിടുന്ന് ഞങ്ങളുടെ സൃഷ്ടിതാവാകയാൽ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ ഏൽപ്പിക്കുന്നു. To God be the glory. എല്ലാ മഹത്വവും അങ്ങേക്ക്. And you will speak, Lord. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിന് വേണ്ടി ബുക്ക് ഓഫ് ഹഗായി chapter 2 verse 4 through 9. ഹഗായി പ്രവചനം രണ്ടാം അധ്യായത്തിൻ്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഈ പകൽ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്തു. ബുക്ക് ഓഫ് ഹഗായി chapter 2 verses from 4 to 9. ആമേൻ. ഇപ്പോഴോ സെരുബാബേലേ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. മഹാപുരോഹിതനായി യഹോസദാക്കിന്റെ മകനായി യോശുവേ ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടല്ലോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ വചനം ഓർപ്പിൻ. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു. ഇനിയും കുറഞ്ഞൊന്നു കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മനോഹരപൂർണ്ണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുമ്പിലത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ദൈവത്തിന് സ്തോത്രം. Verse number 4 of chapter 2 of book of Haggai. Haggai chapter 2 verse 4 through 9. Thank you, Lord. Yet now be strong, Zerubbabel, says the Lord, and be strong, Joshua, son of Jehozadak, the high priest. And be strong, all you people of the land, says the Lord, and work. For I am with you, says the Lord of hosts, according to the word that I covenanted with you when you came out of Egypt. So my spirit remains among you. Do not fear. For thus says the Lord of hosts, once more it is a little while, I will shake heaven and earth, the sea and the dry land. I will shake all nations,
and they shall all come to the desire of all nations. And I will fill this temple with the glory, says the Lord of hosts. The silver is mine and the gold is mine, says the Lord of hosts. The glory of this latter temple shall be greater than the former, says the Lord of hosts. And in this place I will give peace, says the Lord of hosts. Amen. Blessed be the name of the Lord Thank this you, Lord. morning. Oh, I'm sure this word has, reading of this word has blessed you already. കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം അർപ്പിക്കുന്നു. ഈ വചനം വായിച്ചപ്പോൾ തന്നെ എനിക്ക് നന്നായിട്ട് അറിയാം ഓരോരുത്തരും അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. ഞാൻ ആവർത്തിച്ച് ഇങ്ങനെ പറയട്ടെ, ഈ പ്രവചന പുസ്തകം ആവർത്തിച്ചെടുത്ത് വായിക്കണം. ബുക്ക് ഓഫ് ഹഗായി പ്രവചനം. I would encourage everyone to read it and again and again. വീണ്ടും 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 ഈ പുസ്തകം എടുത്ത് വായിക്കണം. 4 അധ്യായങ്ങൾ 3 അധ്യായങ്ങൾ മാത്രമുള്ള, 2 അധ്യായങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ഒരു പ്രവചന ദൂതാണ് അതിനകത്ത് നൽകിയിരിക്കുന്നത്. സമയം പോലെ അതിൻ്റെ പശ്ചാത്തലങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊള്ളാം. ഇന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാൻ ഇഷ്ടപ്പെടുന്നത്, പാസ്റ്ററെ, വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിലാണ് ഈ ദൂത് ദൈവത്തിൻ്റെ ആത്മാവ് ദൈവജനത്തിന് നൽകുമ്പോൾ ദൈവത്തിൻ്റെ ദാസന്മാരെ എഴുന്നേൽപ്പിച്ചിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുന്നത് പോലെയുള്ള ഒരു സിറ്റുവേഷൻ അല്ല. ഇറ്റ് വാസ് ബിയോണ്ട് അവർ വേർഡ്സ്. എവറിത്തിങ് വാസ് കോംപ്ലിക്കേറ്റഡ്. എല്ലാം സങ്കീർണമായിരുന്നു. ഓഗസ്റ്റ് മാസത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറഞ്ഞത് ഓപ്പൺ ഡോർ, തുറന്ന വാതിൽ. ഇവിടെ ഒരു വാതിലില്ലാതെ, ഒരു വഴിയില്ലാതെ, മാനസികമായി തകർന്ന ഒരു ജീവിതം, പല കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒരു ദർശനത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ച ഒരു കൂട്ടം ആളുകൾ. പക്ഷെ ഉണ്ടായി വന്ന സാഹചര്യത്തിന് മുമ്പിൽ അവർ കൈ കെട്ടി മാറി അവരുടെ സ്വന്തം താല്പര്യങ്ങളിലേക്ക് മാറിയപ്പോൾ ദൈവം ആ കൂട്ടത്തിൽ നിന്ന് 2 പേരെ എഴുന്നേൽപ്പിച്ചിട്ട് അവരോട് കൊടുക്കുന്ന വ്യക്തിപരമായ ദൂതാണ് നമ്മൾ ഈ പ്രവചന പുസ്തകത്തിൽ വായിച്ചത്. അവിടെ വായിക്കുന്നത് 5ഉം 6ഉം വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ പാസ്റ്റർ? നിങ്ങൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഞാൻ നിങ്ങളോട് ചെയ്തിരിക്കുന്ന നിയമത്തിൻ്റെ വചനം ഓർപ്പിൻ. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. സൈന്യങ്ങളെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഇനിയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കരയെയും കടലിനെയും ഇളക്കും. Hallelujah. For thus says the Lord of hosts, once more I will shake heaven and earth, the sea and dry land. ഈ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, ദൈവം തൻ്റെ ജനത്തോട്, തൻ്റെ മക്കളോട് ഒരു കാര്യം പറഞ്ഞാൽ ആ പറഞ്ഞ വസ്തുത നിറവേറാൻ ഒരു വഴിയും മാനുഷിക പ്രതലത്തിൽ ഇല്ലെങ്കിലും ദൈവത്തിന് അറിയാം എങ്ങനൊരു വഴി ഉണ്ടാക്കണമെന്ന്. God speaks to his people, and whoever receives the word from the Lord may have to go through situations where everything seems to be a closed door. എല്ലാം അടയ്ക്കപ്പെട്ട വാതിലുകൾ പോലെ ദൈവത്തിൽ നിന്ന് ആലോചനകൾ കേട്ട ആളുകളുടെ ജീവിതത്തിൽ ചിലപ്പോൾ അവർ കടന്നുപോയെന്ന് വരാം. And we may not find a way out so that the word, the promise that God has given to us would be fulfilled. കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുന്ന ആലോചനകൾ നിറവേറേണ്ടതിന് ഒരു സാധ്യതയും ഇല്ലാത്ത അനുഭവങ്ങളിലൂടെ നമ്മൾ കടന്നുപോയെന്നിരിക്കാം. But I have this good news for you this morning from the Lord. കർത്താവിൽ നിന്ന് ഈ സന്തോഷ വാർത്ത ഞങ്ങൾ താങ്കളെ അറിയിക്കുന്നതിൽ ഇഷ്ടപ്പെടുന്നു. For thus says the Lord of hosts, verse number 6. ബൈബിൾ എടുത്ത് ഞങ്ങളുടെ കൂടെ വായിച്ചുകൊണ്ടിരിക്കുന്നവർ ഹഗായി പ്രവചനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്ന For thus says the Lord. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നത് നോക്കിക്കേ. For thus says the Lord of hosts, once more I will shake heaven and earth, the sea and the dry land. ഞാൻ ഒരിക്കൽ കൂടെ കടലിനെയും കരയെയും സമുദ്രത്തെയും എല്ലാത്തെയും ഇളക്കും. എൻ്റെ മുമ്പിൽ ആ വാഗ്ദത്തം, ആലോചനകൾ, ദൈവശബ്ദം നിറവേറേണ്ടതിന് യാതൊരു വഴിയും ഇല്ല എങ്കിലും
ഇളകാതെ ഉറച്ചു നിൽക്കുന്ന പർവ്വതങ്ങൾ, ആഴമേറിയ സമുദ്രങ്ങൾ എൻ്റെ ചുറ്റുപാടും എൻ്റെ മുമ്പിൽ വെല്ലുവിളിച്ച് നിന്നാലും എനിക്ക് വേണ്ടി എന്നിൽ കൂടെ നിറവേറ്റുമെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ആലോചന നിറവേറ്റേണ്ടതിന് എൻ്റെ ദൈവത്തിന് അറിയാം ഇളക്കേണ്ടതിനെ ഇളക്കി മാറ്റാൻ. ടുഡേ, ഇന്ന് കർത്താവ് ഇത് താങ്കൾക്ക് വേണ്ടി ചെയ്തു തരാൻ ആഗ്രഹിക്കുന്നു. ഇളക്കേണ്ടതിന് ഇളക്കി മാറ്റാൻ. അങ്ങനൊരു സംഭവം ഉണ്ടാകുന്നില്ലെങ്കിൽ എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ അത് വെറുതെ ഇരിക്കുകയുള്ളൂ. Beloved, when God speaks to you something, God has a greater way to bring it to pass. Everything that He speaks. ദൈവം തൻ്റെ ജനത്തോട് പറയുന്ന കാര്യങ്ങൾ അത് നിറവേറ്റേണ്ടതിന് ദൈവത്തിൻ്റെ പക്കൽ എപ്പോഴും ഓർക്കുക, വലിയ വഴികളുണ്ട്. And I tell you, today Jesus has great ways for your life. യേശുവിന് താങ്കൾക്ക് വേണ്ടി വലിയ വഴികളുണ്ട്. എനിക്കറിയാം ധാരാളം പാഠങ്ങൾ ഈ ദൈവവചന ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. നമുക്കത് പിന്നീട് ധ്യാനിക്കാം. ഇന്ന് പകൽ രണ്ട് കരങ്ങളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി, പ്രതീക്ഷകൾക്കപ്പുറത്ത്, ഇത്രയും നാളും ചിന്തിച്ചിരുന്ന വഴികൾക്കപ്പുറത്ത് എനിക്ക് വേണ്ടി ഉയർന്ന ഒരു വഴി തുറന്നു തരുവാൻ യേശു കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കുന്നവർ ആ രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട്, as we pray together this morning, believing in Jesus that God is more than able to open a new door for me. If it needs to be shaken, He will shake it. Yes, ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ നിന്ന് കേൾക്കുന്ന ആലോചന ഞാൻ ദൈവജനത്തെ ഈ പകൽ അറിയിക്കട്ടെ. കർത്താവ് ജീവിതങ്ങളുടെ മേല് നാളുകളായി നിങ്ങളുടെ നന്മകളെ, അനുഗ്രഹങ്ങളെ, സൗഖ്യങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതിൽ നിന്ന് നിങ്ങളെ മാറ്റി നിർത്തിയിരുന്ന ആ സ്ട്രോങ് ഹോൾസ് ഉണ്ട്, ശക്തമായ ഇരുമ്പഴികളുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ഞാൻ കേൾക്കുന്നത് അതിൻ്റെ അടിസ്ഥാനങ്ങളെ കൂടെ ദൈവം ഇളക്കി മാറ്റുകയാണ്. ദൈവത്തിന്റെ ഇഷ്ടം താങ്കൾ നിറവേറുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം താങ്കളുടെ കണ്ണുനീരല്ല, ദൈവത്തിന്റെ ഇഷ്ടം താങ്കൾ അവിടെ കിടന്ന് നരകിക്കുന്നതല്ല. യേശുവിന്റെ ഇഷ്ടം താങ്കൾ സൗഖ്യമാകുന്നതാണ്. യേശുവിന്റെ ഇഷ്ടം താങ്കളുടെ സമൃദ്ധിയാണ്. യേശുവിന്റെ ഇഷ്ടം താങ്കൾ യേശുവിൽ വിശ്വസിക്കുമ്പോൾ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന ആ സമൃദ്ധമായ നിത്യജീവൻ അനുഭവിക്കുന്നതാണ്. And I tell you, God is going to shake everything that has to be shaken this day as we pray together. ഇതുവരെ ഇളകാതിരുന്ന സകലതിനെയും നമ്മളിവിടെ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഇന്നു പകൽ തൻ്റെ വചനത്തിൻ്റെ ശക്തിയാൽ അതിനെ ഇളക്കാൻ പോവുകയാണ്. Glory to the Lord. പാസ്റ്ററിന്റെ കൂടെ കൊണ്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും ഉയർത്തി ജീവിതത്തിന്റെ മേൽ ഇളകി മാറേണ്ട വിഷയങ്ങളുടെ മേല് അതോർത്ത് വിലപിച്ചിരിക്കേണ്ട ഇന്ന് പകൽ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ദൈവം തന്റെ വചനത്തിന്റെ ശക്തി അയച്ച് ഇരുമ്പോടാമ്പലുകൾ അവിടെ തുറക്കുന്നു. Yes, hallelujah. Iron bars are getting opened right now in Jesus' name. New ways are being revealed over your lives in Jesus' name. Open doors, open gates, are coming over your lives in Jesus' mighty name. New portals are being opened over your lives in Jesus' name. New windows of heaven are being opened over your life in Jesus' mighty name. Every spirit of oppression, depression and suppression, he be gone right now in Jesus' name. പീഡയുടെയും സമ്മർദ്ദത്തിന്റെയും നിരാശപ്പെടുത്തുകയും ചെയ്യുന്ന ആത്മാക്കൾ യേശുവിന്റെ നാമത്തിൽ ജനത്തിൽ നിന്ന് മാറട്ടെ. Oh yes, Lord. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ കരങ്ങളെ ഉയർത്തി യേശുവിന്റെ വിടുതലിനായി രണ്ട് കരങ്ങളും ഉയർത്തി, യേശുവേ ഞാൻ അങ്ങിൽ മാത്രം ആശ്രയിക്കുന്നു. ഇതുവരെ ഞാൻ മനുഷ്യൻ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് കരുതി അതെനിക്ക് വിഷമം മാത്രമേ ഉളവാക്കിയിട്ടുള്ളൂ. ഒരു ഡോക്ടർക്ക് പകരം അടുത്ത ഡോക്ടർ, അടുത്ത ആശുപത്രിക്ക് പകരം അടുത്ത ആശുപത്രികൾ. Lord, I have gone from hospital to hospitals, seeking physicians after physicians, doctors after doctors, help after help from man.
I'm tired, I'm tired, I'm tired, Lord. ഞാൻ തളർന്നു, ക്ഷീണിച്ചു. And I lost everything. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. Lord, I need you to come and touch my life. യേശുവേ, അവിടുന്ന് എനിക്ക് വേണ്ടി എന്നെ തൊടണം. Yes, Lord. And I declare the divine shake over your life. In Jesus' name. ആ ദൈവികമായ ഇളക്കങ്ങൾ ജീവിതത്തിന്റെ മേൽ ഇന്ന് പകൽ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അത് ഉളവാകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റേഴ്സിന്റെ ശബ്ദം ഉയർത്തി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ വിടുതലിന്റെ നിമിഷങ്ങൾ. കർത്താവേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ വചനത്തിലൂടെ ഞങ്ങൾക്ക് തന്ന ധൈര്യത്തിനായി, ഞങ്ങൾക്ക് തന്ന ബലത്തിനായി കർത്താവേ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു കർത്താവേ. സാഹചര്യങ്ങളെല്ലാം വിരോധമായി നിന്നപ്പോൾ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ മേൽ അങ്ങേക്ക് ഒന്നും പ്രവർത്തിക്കാൻ കഴിയില്ല, ഞങ്ങളിൽ ഒന്നും കർത്താവ് ചെയ്യാൻ കഴിയില്ല എന്നും ഞങ്ങൾ തന്നെ പറഞ്ഞ് കർത്താവ് നിരാശയോടുകൂടി നിന്നപ്പോൾ കർത്താവ് ഇന്ന് പകൽ അങ്ങയുടെ വചനത്തിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങളുടെ മുൻപാകെ ഏത് വാതിലടഞ്ഞാലും കർത്താവേ, അങ്ങ് ഞങ്ങളോട് പറഞ്ഞ വാഗ്ദത്തം നിറവേറ്റുവാൻ അങ്ങയുടെ പക്കൽ വഴികളുള്ളതിനായി, അങ്ങയുടെ മുൻപാകെ കർത്താവേ പാതകളുള്ളതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇന്ന് പോലെ നിന്റെ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകുന്ന കർത്താവേ ആ ശുഭകരമായ ഭാവിയിലേക്ക് ഓരോരുത്തരെ അങ്ങ് കരം പിടിച്ച് നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ഓരോരുത്തരും കർത്താവ് അനുഭവിക്കട്ടെ കർത്താവേ. അനുഗ്രഹിക്കപ്പെട്ട പദവിയിലേക്ക് ഓരോരുത്തരെ കരം പിടിച്ച് കയറ്റണമെന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് അങ്ങനെ ചെയ്യുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്ന് മുതൽ പറയണം, എൻ്റെ യേശു എനിക്ക് വേണ്ടി ഇളക്കേണ്ടതിനെ ഇളക്കി അത്ഭുതകരമായ വാതിലുകൾ എൻ്റെ ജീവിതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി എൻ്റെ കർത്താവ് നൽകും. എൻ്റെ ജീവിതത്തിലൂടെ യേശുവിൻ്റെ നാമം മഹിമപ്പെടും. പ്രാർത്ഥന കേരളത്തിൽ പങ്കാളികളാകുന്ന എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ വിശിഷ്യ വന്ദനം ചെയ്യുന്നു. യേശു അത്ഭുതങ്ങളുടെ കർത്താവ്. ആയിരക്കണക്കിന് പ്രാർത്ഥനാ വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രാർത്ഥനാ വിഷയങ്ങളുടെ എണ്ണം വളരെയധികമായി വർദ്ധിച്ചിരിക്കുമ്പോൾ എല്ലാവരുടെയും പേരുകൾ ഞങ്ങൾക്ക് എല്ലായ്പ്പോഴും വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യം സമയത്തിൻ്റെ പരിമിതിയിലുണ്ട്. ദയവായി അത് ഞങ്ങളോട് ക്ഷമിച്ച് സഹകരിക്കണമേ എന്ന് ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. താങ്കളുടെ പേര് വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചില്ലെങ്കിലും ഓരോ വിഷയത്തിൻ്റെ മേൽ ഞങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുക മാത്രമല്ല, ഈ ഓൾട്ടറിൽ അതിൽ എല്ലാം വന്ന് അതിൻ്റെ മേൽ കരങ്ങൾ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും. പ്രേയിങ് കേരളയിൽ പ്രാർത്ഥിച്ചു. കമ്പനിയിൽ നിന്ന് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ചിരുന്നത്. യേശു അത് നൽകി തന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രേയിങ് കേരള കുടുംബാംഗങ്ങളോട് നന്ദി പറയുന്നു. കാർത്തികപ്പള്ളിയിൽ നിന്ന് മിസ് മേരി ജോസഫ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഒരുപാട് നാളായി മുടങ്ങിക്കിടക്കുകയായിരുന്നു വീടിൻ്റെ പണി. പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചു. 75% പൂർത്തീകരിപ്പാൻ യേശു കൃപ നൽകി. ബാക്കിയും കൂടെ കർത്താവ് കൂടെ ഇരുന്ന് പരിപാലിക്കും. 1.5 വയസ്സുള്ള കൊച്ചുമകന് ഡോക്ടർ മേരി കുഞ്ഞ് കെവിൻ സൗഖ്യമില്ലാതെ വളരെയധികമായി ഭാരപ്പെട്ടപ്പോൾ പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞ് പ്രാർത്ഥിച്ചു. യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. സഹോദരങ്ങളുടെ മക്കൾക്ക് ബിടെക്കിന് 2 പേർക്ക് അവരുടെ എക്സാമിൻ്റെ സമയത്ത് പ്രാർത്ഥന കേരളത്തിൽ വിളിച്ചു പറഞ്ഞിരുന്നു. 2 പേർക്കും ഫസ്റ്റ് ക്ലാസ് ലഭിച്ചു. പ്രാർത്ഥന കേരളത്തിൽ എല്ലാവർക്കും നന്ദി. കുമാരനല്ലൂർ ലീലാമ്മയാണ് അത് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. മോളി മലയൻ കീഴ് വാഹനം ശരിയാക്കി കിട്ടി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. ഇന്നലെ രാത്രിയിൽ ഒരാളുടെ വാഹനം മോഷണം പോയി. നോക്കിക്കേ, പ്രാർത്ഥന കേരളത്തിൽ വരുന്ന പ്രാർത്ഥന വിഷയങ്ങളുടെ വൈവിധ്യമായിരുന്ന രീതികൾ നോക്കിക്കേ. അരുണിൻ്റെ വാഹനം ബെലറോ മോഷണം പോയി. രാത്രി ബാംഗ്ലൂരിൽ നിന്നാണ് മോഷണം പോയിരിക്കുന്നത്. അത് തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും കർത്താവ് അത്ഭുതകരമായി അത് പ്രവർത്തിക്കും. ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന 10,000 വിഷയങ്ങളുടെ മേൽ യേശുവിൻ്റെ കരം കർത്താവ് നീട്ടേണ്ടതിന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. 29, 30, 31 തീയതികളിൽ നമ്മൾ വിശിഷ്യ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. അത് മറക്കരുത്. അവധികൾ ക്രമീകരിക്കണം. സമയം വേർതിരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ ആത്മാവ് ഈ ഉപവാസ പ്രാർത്ഥനയെക്കുറിച്ചുള്ള ആലോചന നൽകിയത് വളരെ വ്യക്തമാണ്. ഈ ഉപവാസ പ്രാർത്ഥന കർത്താവ് ജീവിതങ്ങളുടെ വിടുതലുകൾ നൽകിത്തരുമെന്ന് അവിടുന്ന് പറഞ്ഞതുകൊണ്ടാണ് വിശിഷ്യ ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യുന്നത്. ഞങ്ങളോടൊപ്പം എല്ലാവരും പങ്കാളികളാകുവാൻ ദൈവനാമത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരും ഇപ്പോൾ തന്നെ എഴുന്നേറ്റ് താങ്കളുടെ സ്ക്രീനിൽ കാണുന്ന ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന 10,000 ജീവിത വിഷയങ്ങൾക്ക് ദൈവസനെ നമുക്ക് ഒന്നിച്ച് നിന്ന് പ്രാർത്ഥിക്കാം. യേശുവേ,
പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾ ഞങ്ങൾ ഒന്ന് ചേർന്ന്, ഹാർവസ്റ്റ് TV കുടുംബാംഗങ്ങൾ ഞങ്ങൾ ഒന്ന് ചേർന്ന് ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന 10,000-കണക്കിന് ജീവിതങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങളെ നിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ, യേശുവേ അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, യേശുവേ അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, യേശുവേ അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, യേശുവേ അവിടുന്ന് അത്ഭുത മന്ത്രിയാണ്, യേശുവേ അവിടുത്തെ നാമം സകല നാമത്തിനും മീതെയുള്ള നാമമാണ്. ഇന്ന് പകൽ ആ നാമത്തിന് തന്നിരിക്കുന്ന അധികാരത്തിൽ നിന്നുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുന്നവരിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വ്യാപാരം അനുഭവിക്കുമ്പോൾ, ഇന്ന് പകൽ അതേ ദൈവത്തിന്റെ ആത്മാവിന്റെ അത്യന്ത ശക്തിയോടെ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച പിതാവിന്റെ ആത്മാവോടെ ഈ പകൽ ഈ വിഷയങ്ങളുടെ മേല്, ഈ ജീവിതങ്ങളെ തളച്ചിട്ടിരിക്കുന്ന ഓരോ വിഷയങ്ങളുടെ മേല് യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ യഹോവയുടെ സ്വാതന്ത്ര്യ, ദൈവത്തിന്റെ സ്വാതന്ത്ര്യം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. നുഖങ്ങൾ ഉടയട്ടെ, ഹൃദ്രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ക്യാൻസറുകൾ യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. സമ്പൂർണമായ സൗഖ്യം ഓരോ രോഗിക്കും ഉണ്ടാകട്ടെ. ശരീരത്തിൽ വിവിധ ക്ലേശങ്ങളിലൂടെ പോകുന്ന ജീവിതങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അവർ സമ്പൂർണമായി സൗഖ്യം അനുഭവിക്കട്ടെ. എക്സാംസിനായി പഠിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. നല്ല രീതിയിൽ പഠിച്ച് ഉന്നത വിജയം കരസ്ഥമാക്കുവാൻ അവിടുന്ന് ഇടയാക്കുക. ജോലിയില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ രണ്ട് വിഷയങ്ങളുടെ മേൽ അങ്ങയുടെ കരം നീട്ട്. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ സമാധാനത്താൽ ഓരോ കുടുംബവും നിറയപ്പെടട്ടെ. യേശുവിൻ്റെ സമാധാനത്താൽ ഓരോ കുടുംബവും നിറയപ്പെടട്ടെ. യേശുവിൻ്റെ സമാധാനത്താൽ ഓരോ കുടുംബവും നിറയപ്പെടട്ടെ. മഹത്വത്തിനായി സകലതും ചെയ്യും യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, 7 മണിക്ക് ശേഷം ടെലഫോണിൽ വിളിച്ച് ഈ ശുശ്രൂഷയിൽ താങ്കൾ പങ്കാളികളാകാൻ പരിശുദ്ധാത്മാവ് തരുന്ന ആ നിയോഗം, ആ താല്പര്യം തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കണം. നമുക്ക് ഒന്നിച്ച് കർത്താവിൻ്റെ വേലയിൽ യാത്ര ചെയ്യാം. കഴിഞ്ഞ ദിവസം മിസ്റ്റർ എബ്രഹാം എറണാകുളത്ത് നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിന് കൊടുത്ത ആലോചന നമ്മെ വിളിച്ചു പറഞ്ഞല്ലോ. പ്രേയിങ് കേരള ദൈവം ഈ തലമുറയിൽ തുറന്നിരിക്കുന്ന ഒരു ഉറവയാണ്. ഈ ഉറവ വറ്റാതെ നമുക്ക് ലോകരാജ്യങ്ങളിൽ ഈ ഉറവ എത്തിച്ചു കൊടുക്കാം. ദൈവം എല്ലാവരുടെയും കണ്ണുനീർ തുടയ്ക്കുന്നത് നമുക്കൊന്നിച്ച് കാണാം. യേശുവിന് എല്ലാ മഹത്വവും. ചാവറയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. ഫ്രണ്ടിന്റെ ഹസ്ബൻഡ് നട്ടലിലെ ട്യൂമർ കിങ്സ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഇന്ന് രാവിലെ കർത്താവേ അവിടുത്തെ സന്നിധിയിലേക്ക് സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് വചനം അയച്ച് സൗഖ്യമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ഘട്ടനായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. നെയ്യാറ്റിൻകരയിൽ നിന്ന് വസന്ത വിളിച്ചിരിക്കുന്നു. മകന് കല്യാണം നടക്കണം, സാമ്പത്തിക നന്മയുണ്ടാവണം, ഭർത്താവിന് കാലുവേദന, പൂർണ്ണ സൗഖ്യം അതിൽ നിന്ന് ലഭിക്കേണ്ടതിനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, കർത്താവേ, നിന്റെ കരങ്ങളിലേക്ക് അടികൾ ഓരോരുത്തരെയും ഈ വിഷയങ്ങളെ കർത്താവ് സമർപ്പിക്കുന്നു. നിന്റെ ദൈവിക നന്മ ഈ കുടുംബത്തിന്മേൽ വെളിപ്പെടേണ്ടതിനെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് മകന് വേണ്ടി കർത്താവേ നല്ലൊരു വിവാഹം നടക്കേണ്ടതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവപ്രവൃത്തി വെളിപ്പെടുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആ കർത്താവേ ശാരീരികമായ പ്രയാസം അനുഭവപ്പെടുന്ന കർത്താവേ ആ ജീവിതത്തിന്മേൽ നിന്റെ ദൈവിക സൗഖ്യത്തെ നീ നൽകുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. ജോസഫ് ഫിലിപ്പോസ് തിരുവല്ലയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. പാർക്കിൻസൺ രോഗത്താൽ ഭാരപ്പെടുന്നു. കർത്താവ് യേശുവേ, ഈ മാനെ അവിടുത്തെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടുന്ന് സൗഖ്യമാക്കുന്ന യഹോവയാണല്ലോ. കർത്താവേ, മകന്റെ വിഷമങ്ങളെല്ലാം മാറട്ടെ, പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. പ്രാർത്ഥന കേട്ട് യേശു അങ്ങനെ ചെയ്തതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. പത്തനംതിട്ടയിൽ നിന്ന് റീച്ചൽ വിളിച്ചിരിക്കുന്നു. മാനസികമായ പ്രയാസം, മരുന്ന് കഴിക്കാതെ സൗഖ്യം ലഭിക്കണം, കുടുംബം പൂർണ്ണമായും യേശുവിലാകണം. യേശുവിന്റെ നാമത്തിൽ കർത്താവെ ജീവിതങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയത്തിന്റെ കർത്താവ് ആഗ്രഹങ്ങൾ തീരുമാനിക്കുന്ന ദൈവമാകിയ വാഴ്ത്തുന്ന കർത്താവെ, യേശുവിന്റെ നാമത്തിൽ കർത്താവെ എല്ലാ മാനസികമായിട്ടുള്ള പീഡനങ്ങളും കർത്താവ് ആ ജീവിതങ്ങളിൽ നിന്ന് മാറട്ടെ. കർത്താവെ, ദൈവിക സൗഖ്യം ഉണ്ടാവട്ടെ. കർത്താവെ, കർത്താവെ ഹല്ലേലൂയ. കർത്താവെ, അവരുടെ ജീവിതത്തിൽ യേശുവിനെ രുചിച്ചറിയുവാൻ, യേശുവിനെ കർത്താവെ അനുഗമിക്കുവാൻ ആ ജീവിതങ്ങളുടെ ഹൃദയത്തോട് ഇടപെടുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. മേരി ആരനാണെന്ന് വിളിച്ചിരിക്കുന്നു. ഹസ്ബൻഡ് ചർച്ചയിൽ പോകാനായി പ്രാർത്ഥിക്കണം. ശരീരത്തിന് സുഖമില്ല. രണ്ടാമത്തെ മകന് കാലിന് സുഖമില്ല. ജോലി കുറവാണ്. ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ആ കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ കർത്താവേ, ആ മകന്റെ ഹൃദയത്തോട് അവിടുന്ന് ഇടപെടട്ടെ. ശാരീരികമായ അസ്വസ്ഥതകൾ മാറട്ടെ, പൂർണ്ണമായിട്ട് മാറി പൂർണ്ണ സൗഖ്യം പ്രാപിക്കട്ടെ. കർത്താവായ യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക്. ഈ ദൈവിക സമാധാനം ആ കുടുംബം അനുഭവിക്കുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന ഘട്ടനായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. തിരുവനന്തപുരത്ത് നിന്ന് സുജ വിളിച്ചിരിക്കുന്നു. മകൻ സുജിത്ത് +1 ക്ലാസ്സിലാണ് പഠിക്കുന്നത്.
ക്ലാസ്സിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു. മകന് സമാധാനം ലഭിക്കേണ്ടതിനെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ആ ശുചിത്തിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക കൃപയാലമായ നിറച്ചാട്ട് കർത്താവേ, ആ മകന് കർത്താവേ ഒരു ലക്ഷ്യബോധത്തോടെ ജീവിപ്പാൻ നിന്റെ ദൈവിക സാന്നിധ്യത്താൽ നിറയുമാറാണമേ കർത്താവേ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ആ ജീവിതത്തെ വഴിതെറ്റിച്ച് കളയുന്ന എല്ലാ അന്ധകാര ശക്തികളും യേശുവിന്റെ നാമത്തിൽ മാറട്ടെ കർത്താവേ. പൂർണ്ണ വിമോചനം ഉണ്ടാകട്ടെ. ദൈവിക സ്വാതന്ത്ര്യത്തിൽ അമാനെ നിറച്ചാട്ട് കർത്താവേ. യേശുവിന്റെ നാമത്തിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിന് ഉടമയെ തീരുമാറാകട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്നത്തെ മനോരമയുടെ താഴെ ഫ്രണ്ട് പേജിൽ തന്നെയുള്ള ഒരു വാർത്തയാണ്. ഡോളറിന് 63.25 രൂപ എന്ന ഒരു നിലയില്ലാതെ രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്കറിയാം, പ്രാർത്ഥനയിൽ സകല വിഷയത്തിനും പരിഹാരമുണ്ട്. മനുഷ്യന് ഒരു പരിഹാര മാർഗമില്ലാതിരിക്കുമ്പോൾ ഇന്ന് രാവിലെ നമ്മളോട് ദൈവം പറഞ്ഞതുപോലെ ദൈവത്തിന് എപ്പോഴും ഒരു വഴിയുണ്ട്. വ്യാഴാഴ്ച രാത്രി 9:30 മുതൽ 10:30 വരെ 1 മണിക്കൂർ സമയം ഹാർവസ്റ്റ് ടിവിയിൽ മാത്രം തത്സമയം നടക്കുന്ന ഒരു പ്രാർത്ഥന വിശിഷ്യ ഉണ്ടാകും. സാധനങ്ങളുടെ വില കുറയേണ്ടതിന്, ഇന്ത്യയിലെ മനുഷ്യൻ ഉപയോഗിക്കേണ്ട സാധനങ്ങളുടെ എല്ലാത്തിൻ്റെയും വില വളരെയധികമായി വർദ്ധിച്ചിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം സകലത്തിനും പരിഹാരം നൽകുന്ന കർത്താവാകയാൽ യേശുവിൻ്റെ സന്നിധിയിൽ മറുപടിയുണ്ട്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. മറക്കരുത്, വ്യാഴാഴ്ച രാത്രി 9:30 മുതൽ 10:30 വരെയുള്ള സമയം ഹാർവസ്റ്റ് ടിവിയിൽ. ഓർക്കുക, ഹാർവസ്റ്റ് ടിവിയിൽ മാത്രം, ഹാർവസ്റ്റ് ടിവിയിൽ മാത്രം വ്യാഴാഴ്ച രാത്രി 9:30 മുതൽ 10:30 വരെ സാധനങ്ങളുടെ വിലകൾ കുറയേണ്ടതിന്, മൂല്യം, രൂപയുടെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ദുസ്ഥിതി മാറേണ്ടതിന്, ഇന്ത്യൻ നാണയം ബലമുള്ളതായി മാറണം, ഇന്ത്യൻ സമ്പദ് രംഗം അനുഗ്രഹിക്കപ്പെട്ടതായി മാറണം. അല്ലെങ്കിൽ മനുഷ്യ ജീവിതം വളരെയേറെ ദുരിതത്തിലേക്ക് പോകും. ധാരാളം ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന, ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ധാരാളം ആളുകൾ വിളിച്ച് ഈ വിഷയത്തിന് വേണ്ടി വിശേഷ പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. നമുക്ക് ചേർന്ന് 2 കരങ്ങളും ഉയർത്തി ഇന്ത്യയിൽ സാധനങ്ങളുടെ വിലകൾ കുറയേണ്ടതിന്, മനുഷ്യ ജീവിതം സുഗമമാകേണ്ടതിന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് കടലിനെയും കരയെയും ഇളക്കുമെന്ന് അവിടുന്ന് പറഞ്ഞു. എന്താണ് അവിടുന്ന് ഇതിനു വേണ്ടി ചെയ്യേണ്ടതെന്ന് അങ്ങ് മാത്രം അറിയുന്നു. അതവിടുന്ന് ചെയ്യും. സാധനങ്ങളുടെ വില കുറയട്ടെ, മനുഷ്യന് താങ്ങാവുന്ന നിലയിലേക്ക് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. പേയാട് നിന്ന് പുഷ്പം വിളിച്ചിരിക്കുന്നു. 60 ദിവസം പ്രായമായ കുഞ്ഞിന് ശ്വാസമുട്ടലായി ഭാരപ്പെടുന്നു. ഭർത്താവിന് ഗൾഫിൽ ജോലി ലഭിക്കേണ്ടതെന്നും കടഭാരം മാറണം. ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയ പിതാവേ, ഈ ജീവിതങ്ങളുടെ കർത്താവെ ഓരോ വിഷയങ്ങളും നിന്റെ കരങ്ങളിലേക്ക് താഴ്ത്തി ഭരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ ദൈവിക നന്മ ഈ ജീവിതങ്ങൾ അനുഭവിപ്പാൻ ഇടയാട്ടെ. ആ കുഞ്ഞിന് മേൽ നിന്റെ ദൈവിക സൗഖ്യം ഉണ്ടാവട്ടെ കർത്താവെ. ശ്വാസമുട്ടൽ മാറട്ടെ കർത്താവെ. ആ ജീവിതങ്ങൾക്ക് ഉപജീവന മാർഗങ്ങളെ തുറക്കുമാറാകണമേ. ഒരു ദൈവിക അനുഗ്രഹത്താൽ ആ കുടുംബജീവിതങ്ങൾ മുന്നോട്ട് പോകാൻ ഇടയാട്ടെ കർത്താവെ. കടഭാരങ്ങൾ മാറട്ടെ കർത്താവ്. ഞെരുക്കങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ. മുളന്തുരുത്തിൽ നിന്ന് സോണി മേരി എന്നൊരു സഹോദരി വിളിച്ചിരിക്കുന്നത് 10 ലക്ഷം രൂപ പലപ്പോഴായി ഒരു സ്ത്രീ കടം മേടിച്ച് തിരികെ അത് കൊടുക്കുന്നില്ല, പ്രാർത്ഥിക്കണം. അനുജത്തി ചെറുപ്പം മുതലേ തലയിൽ വെള്ളം കെട്ടുന്നു, ഇപ്പോൾ തളർന്നു കിടക്കുകയാണ്, പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ സോൺമേരി സഹോദരി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ കൊടുത്ത പണം കർത്താവേ ഹാലിൽ അത് തിരികെ ലഭിക്കാൻ തക്കണം. അങ്ങ് വഴികൾ തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് അവരുടെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണമായ സൗഖ്യം അവർക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വിടുവിച്ചാട്ടെ, ആശ്വാസം നൽകട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. തിരുവല്ലയിൽ നിന്ന് രാധമ്മ വിളിച്ചിരിക്കുന്നു. മകന് 34 വയസ്സ്, വിവാഹം നടക്കണം. രണ്ടാമത്തെ മകൻ ജോയൽ ടോൺസിലൈറ്റിസിനാൽ ഭാരപ്പെടുന്നു. മകൾക്ക് സുഖമില്ലാതിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ ജീവിതങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക സൗഖ്യം ഓരോ ജീവിതത്തിനുമേൽ പാർന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അവിവാഹം കർത്താവ് മകനോ നടക്കേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. എറണാകുളത്ത് നിന്ന് മേരിക്കോട്ട് വിളിച്ചിരിക്കുന്നു. റോഷന്റെ മദ്യപാനം മാറണം, സുബോധമുണ്ടാകണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ റോഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന് അടിമത്തത്തിൽ നിന്നു അവനെ അങ്ങ് പൂർണ്ണമായിട്ടും വിടുവിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അപ്പൊ സുബോധമുള്ളവനായി ദൈവസ്നേഹത്താൽ നിറയപ്പെട്ടവനാവൻ തീരട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എറണാകുളത്ത് നിന്ന് സൂസി വിളിച്ചിരിക്കുന്നു. ഷാജി ജോയിയുടെ 10 സെന്റ് സ്ഥലം വിൽക്കുവാനായിട്ട് ചുറ്റുപാടുമുള്ളവർ തടസ്സപ്പെടുത്തുന്നു. മകൻ ദുബൈയിൽ ബിസിനസ്സിൽ തകർച്ചയാൽ ഭാരപ്പെടുന്നു. സാമ്പത്തികമായി വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു. പ്രേരിത വിഷയങ്ങളെ നിരകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ സ്ഥലം വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ മേലെ ദൈവിക കൃപ ചൊരിയുമാറാകണമേ.
കർത്താവെ എത്രയും വേഗം ആ സ്ഥലം വിറ്റുപോകാനുള്ള കാര്യങ്ങൾ നീ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യും ദൈവമേ. ഹല്ലേലൂയ കർത്താവെ, ആ ബിസിനസ് തകർച്ച നേരിടുന്ന ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവിക നന്മ അവർക്കായി ഉണ്ടാവട്ടെ കർത്താവെ. പുതിയ ഓർഡറുകൾ അവർക്ക് ഉണ്ടാവേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറട്ടെ കർത്താവെ. ദൈവിക അനുഗ്രഹത്താൽ ആ കുടുംബങ്ങളെ നിറച്ചാട്ടെ കർത്താവെ. യേശുവിൻ നാമത്തിൽ. മംഗലാപുരത്ത് നിന്ന് ശില്പ വിളിച്ചിരുന്ന കൂട്ടുകാരി സൗമ്യ അശോക് ടൈഫോയിഡിനാൽ കൂടി ഭാരപ്പെടുന്നു. വ്യാഴാഴ്ച മുതൽ എക്സാം ഉള്ളതാണ്, പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സൗഖ്യമാക്കുന്ന കാര്യം മകളുടെ മേലെ അങ്ങ് വെച്ചാട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കും. പൂർണ്ണ വിടുതൽ അവൾക്കുണ്ടാകട്ടെ. വ്യാജമില്ല നടക്കുന്ന എക്സാമിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, യാതൊരു തടസ്സം കൂടാതെ എഴുതുവാനും ഉന്നത മാർക്കോടുകൂടെ പാസ്സാകുവാനും മകളെ അങ്ങ് സഹായിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്കറിയാം, ഈ ദിവസങ്ങളിലെ പത്രങ്ങളിൽ, ടെലിവിഷനിലും മറ്റും റോഡ് അപകടങ്ങൾ, ട്രെയിൻ അപകടങ്ങൾ, ധാരാളം ആളുകൾ വിഷമിക്കുന്ന ദുരവസ്ഥകൾ നമ്മൾ നന്നായി അറിയുന്നു. അപ്രതീക്ഷിതമായ രീതിയിലാണ് അപകടങ്ങൾ. മനോരമയുടെ ഫ്രണ്ട് പേജിൽ റോഡിൽ പൊലിഞ്ഞത് 2 ജീവൻ. അതിവേഗതയിൽ മരണപ്പാച്ചിൽ നടത്തുന്ന വാഹനങ്ങൾ കൊണ്ട് കേരളം നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരം ഈ വിഷയങ്ങളുടെ മേൽ ഇടപെടേണ്ടതിന് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകാതെ, വാഹന അപകടങ്ങൾ ഉണ്ടാകാതെ റോഡുകൾ സുരക്ഷിതമാകേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. എല്ലാ നിലയിലുമുള്ള അടിസ്ഥാനപരമായ വികസനങ്ങൾ ഈ രാജ്യത്തുണ്ടാകേണ്ടതിന്, ജനജീവിതം സുരക്ഷിതമുള്ളതായി മാറേണ്ടതിന് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. മുൻകരുതലുകൾ നേരത്തെ എടുക്കുവാനുള്ള ബുദ്ധി എല്ലാവർക്കും ദൈവത്തിൽ നിന്ന് ലഭിക്കേണ്ടതിന് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സാധാരണ സംഭവിക്കുന്നത്, അനർത്ഥങ്ങൾ ഭവിച്ചു കഴിയുമ്പോൾ പെട്ടെന്ന് തീരുമാനങ്ങളും ക്രമീകരണങ്ങളും പെട്ടെന്ന് പൊട്ടി ഉണർന്നു വരുന്നത് നമ്മൾ കാണാറുണ്ട്. അതിന് പകരം നേരത്തെ തന്നെ അത് മുൻകണ്ടുകൊണ്ട് മുൻകരുതലുകൾ എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ മേഖലകളും എത്തിച്ചേരേണ്ടത് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ജ്ഞാനത്താൽ ഇന്ത്യയിൽ സകലതിനെയും അവിടുന്ന് നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ റോഡുകൾ സുരക്ഷിതത്വമുള്ളതാകട്ടെ, റെയിൽ ഗതാഗതം സുരക്ഷിതത്വമുള്ളതാകട്ടെ, വിമാന ഗതാഗത മേഖല സുരക്ഷിതത്വമുള്ളതായി മാറട്ടെ. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ, ഈ രാജ്യത്ത് എല്ലായിടത്തും ഓരോ വ്യക്തി മുൻകരുതലും ശ്രദ്ധയും കൊടുക്കേണ്ടതിന് ശ്രദ്ധ കൊടുക്കുന്ന ഒരു അനുഭവം ഈ രാജ്യത്ത് ഉണ്ടാകട്ടെ. കർത്താവേ, നന്മ കൊണ്ട് ഈ രാജ്യത്തെ നിറയ്ക്കണം. ജനജീവിതം സുഗമമാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. അമ്മണി ബുധനെന്ന് വിളിച്ചിരിക്കുന്നു. മൂത്ത മകന്റെ വിവാഹം നടക്കണം. മകന് അതിനുള്ള മനസ്സ് വരണം. രണ്ടാമത്തെ മകന്റെ വിവാഹം കഴിഞ്ഞു. മൂന്നാമത്തെ മകന്റെ വിവാഹം നടക്കണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വിവാഹത്തിനെതിരായിട്ട് അവരുടെ മനസ്സിലുള്ള ചിന്തകളെല്ലാം മാറട്ടെ. അവർക്ക് വിവാഹത്തിലുള്ള മനസ്സ് വരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്വത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. മാവേലിക്കര നാനി വിളിച്ചിരിക്കുന്ന മകൾ റോഷ്നി ബാംഗ്ലൂർ, പനിയാലും ശരീര അസ്വസ്ഥതയിലും ഭാരപ്പെടുന്ന മകൻ റോബൻ എഞ്ചിനീയറിന്റെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ എൻ്റെ മക്കൾ 2 പേരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ബാംഗ്ലൂരിലായിരിക്കുന്ന മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യവും ആരോഗ്യവും അവൾക്കുണ്ടാകട്ടെ. ആരോഗ്യത്തോടെ ജോലിക്ക് പോകാൻ അങ്ങ് സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മകനെ ഏൽപ്പിച്ച് പ്രാർത്ഥന നടക്കുന്ന എക്സാമിൽ അങ്ങയുടെ സാന്നിധ്യം കൂടി ഇരിക്കണം. നല്ല മാർക്കോടെ പാസ്സാവാൻ അങ്ങ് സഹായിച്ചാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. സുനിത തിരുവല്ലയിൽ വിളിച്ചിരിക്കുന്നു. ഭർത്താവ് വിനോദ് ഗൾഫിൽ നല്ല ജോലി ലഭിക്കണം. സാമ്പത്തികമായ പ്രയാസങ്ങൾ മാറണം. സ്വന്തം ഭവനം വേണം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഹല്ലേലൂയ, സ്വതന്ത്ര കർത്താവേ, അവരുടെ പ്രയാസങ്ങൾ മാറട്ടെ. ആ മകന് വേണ്ടി പുതിയ വഴി, ജോലിക്കായിട്ടുള്ള വഴികൾ തുറക്കട്ടെ. അവർക്ക് സ്വന്തമായിട്ടൊരു ഭവനം കൊണ്ടുപോകാൻ വേണ്ടി അതിനുള്ള വഴികൾ തുറക്കട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ വിഷയം പ്രാർത്ഥിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി തന്നതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. തിരുവല്ല ഇന്ന് സാമ വിളിച്ചിരിക്കുന്നത്, മകൻ ഗ്യാസ് സിലിണ്ടർ എടുത്തപ്പോൾ ഭയങ്കരമായ പ്രയാസമുണ്ടായി. അസ്വസ്ഥതയിൽ പനിയാൽ ഭാരപ്പെടുന്നു, നെഞ്ചിന് വേദനയുണ്ട്. കൃത്യമായി പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ ഫാദറിന് ഷുഗർ കംപ്ലൈൻറ്റ്, വൈഫിന് കിഡ്നി പ്രോബ്ലം. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് അമ്മാനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവിക ബലം, ആരോഗ്യം അവൻ്റെ മേൽ ഉണ്ടാകട്ടെ. ആരോഗ്യത്തിലുള്ള കോളേജിൽ പോകുവാൻ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഫാദറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. കർത്താവ്, അദ്ദേഹത്തിന് വൈഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യം ആ കുടുംബത്തിൽ എല്ലാവരുടെ മേലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. അറിയാമ തിരുവല്ലയിൽ വിളിച്ചിരിക്കുന്നു. മകൾ ഗുജറാത്തിൽ നിന്ന് വരുന്നു. 5 വർഷമായിട്ട് മക്കളില്ല. ഇളയ മകളുടെ വിവാഹം നടക്കണം. കർത്താവായ യേശുവിന്റെ കരങ്ങളിൽ ഈ കുടുംബത്തെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന കർത്താവേ, ആ ഹല്ലേലൂയ കർത്താവേ, കുടുംബത്തിന് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഇളയ മകളുടെ വിവാഹം നടക്കട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്വത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. എറണാകുളത്ത് നിന്ന് ആശ വിളിച്ചിരിക്കുന്നത്, ഇന്ന് മകന് +2 എക്സാം ഉണ്ട്, പ്രാർത്ഥിക്കുന്നത്. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നടക്കേണ്ട എക്സാമിൽ അങ്ങോട്ട് സാന്നിധ്യം കൂടി ഇരുന്നാട്ടെ. പഠിച്ചേക്ക് ഓർത്തെഴുതാൻ കൃപ പകർന്നു കൊടുക്കണം. ആരോഗ്യ ബലത്താൽ അങ്ങ് പൊതിഞ്ഞു പരിപാലിക്കണം. കൊടുക്കുന്ന കൃപ വിജയത്തിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ഈ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ റെയിൻ കേരള കുടുംബവും
കോഴിക്കോടുള്ള ധാരാളം സഭകളും ഒന്നു ചേർന്ന് കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് 3 ദിവസത്തെ പ്രത്യേക മീറ്റിങ്ങുകൾ നടക്കുന്നു. വിശദാംശങ്ങൾ 7 മണിക്ക് ശേഷം താങ്കൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുമ്പോൾ ലഭ്യമാകുന്നതാണ്. ആ പ്രദേശങ്ങളിലുള്ളവർ തീർച്ചയായിട്ടും ആ മീറ്റിങ്ങിൽ കടന്നു വരണം. പ്രത്യേകിച്ച് ശനിയാഴ്ച വൈകിട്ടും ഞായറാഴ്ച രാവിലെ വൈകിട്ടും പ്രേയിങ് കേരള ടീമായിരിക്കും അവിടെ ശുശ്രൂഷിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ച് കണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവ സാന്നിധ്യം ഒന്നിച്ച് പങ്കിടണം. തീർച്ചയായിട്ടും താങ്കൾ അവിടെ കടന്നു വരും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ താങ്കളെ ക്ഷണിക്കുന്നു. പ്രത്യേക പ്രാർത്ഥനയ്ക്ക് വേണ്ടി അയൽവാസി ജോമോൻ ജോസഫ് ഞരമ്പ് സംബന്ധമായ അസുഖത്താൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്നു. വളരെ അർജൻറ്റായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് വിളിച്ചു പറഞ്ഞാണ്. നമുക്ക് ജോമോന് വേണ്ടി പ്രാർത്ഥിക്കണം. 3.5 വയസ്സുള്ള വർഷ വിഷം തീണ്ടി എന്ന് തോന്നുന്നു. മെഡിക്കൽ കോളേജിൽ ദേഹം മുഴുവൻ നീര് സ്കാൻ ചെയ്യുമ്പോൾ ഒരു കുഴപ്പവും ഉണ്ടാകാതിരിക്കേണ്ടതിന് പ്രാർത്ഥിക്കുവാൻ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ആ വാർത്ത വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ നിന്ന്. ഇത് അജിത്ത് എന്ന് പറയുന്ന ആൾ ഒരു ഫയർമാനാണ്. ഫയർഫോഴ്സിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ആണി തെറിച്ച് കണ്ണിനകത്ത് കയറി അത് സർജറിക്ക് വേണ്ടി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു ASI ആണ് ഇത് വിളിച്ച് പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് വിളിച്ചു പറഞ്ഞത്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ ജീവിതങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറയുന്നത്. നിങ്ങൾ കാട്ടുന്ന സമശിഷ്ടങ്ങളോടുള്ള നല്ല ഹൃദയത്തിന് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. ഇത് 2 കരങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയർത്തി നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആ അജിത്തിൻ്റെ കണ്ണിൽ പൂർണ്ണ സൗഖ്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകട്ടെ. ക്ലേശങ്ങൾ പൂർണ്ണമായി മാറട്ടെ. അവിടുന്ന് അത് ചെയ്തത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു. ആ വർഷ എന്ന 3.5 വയസ്സുള്ള കുഞ്ഞിനായി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം. അതിൻ്റെ ശരീരത്തിലുള്ള വിഷാംശങ്ങൾ, കെടുതികൾ, നീര്, അതിൻ്റെ കാരണങ്ങൾ മുഴുവൻ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ മാറട്ടെ. അത് ദീർഘായുസ്സും ആരോഗ്യത്തോടും കൂടെ ഇരുന്ന് അവിടുത്തെ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്ന കുഞ്ഞായി വളർന്നു വരട്ടെ. കർത്താവേ, മിസ്റ്റർ ജോമോൻ ജോസഫിനായി പ്രാർത്ഥിക്കുന്നു. ബ്ലഡ് ക്ലോട്ട് ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് പൂർണ്ണമായി അദ്ദേഹത്തിന് വിടുതൽ നൽകും യേശുവിൻ്റെ നാമത്തിൽ. ഇപ്പോൾ സമ്പൂർണ്ണ സൗഖ്യം ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ. തിരുവല്ലയിൽ നിന്ന് ദേവി വിളിച്ചിരിക്കുന്നു. പല്ലുവേദന, മരുന്ന് കഴിക്കുമ്പോൾ വയറിനും വേദന അനുഭവപ്പെടുന്നു. കുടുംബത്തിലുള്ള എല്ലാ ജീവിതങ്ങളും വേണ്ടി പ്രാർത്ഥിക്കണം. ബിസിനസ് നന്നാവേണ്ടതിന്റെ പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപിതാവേ, ജീവിതങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവ നന്മ കർത്താവ് ഇവർക്കായി നീ തുറന്നു കൊടുക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ കുടുംബത്തിലുള്ള ഓരോ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ ദൈവീയ കൃപ അനുഭവിപ്പാൻ അവരെ ഇടയാക്കുമാറണം. അവരുടെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടണം. കർത്താവേ, ആ പല്ലിന് വേദന, വയറിന് വേദന എല്ലാം മാറട്ടെ. കർത്താവേ, ദൈവികമായ സൗഖ്യം അവിടെ ഉണ്ടാവട്ടെ. ആ ജീവിതത്തെ ഒരിക്കൽ കൂടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. തോമസ് മാവലിക്കരയ്ക്ക് വിളിക്കുന്നു. എൽസ എക്സാം നല്ല റിസൾട്ട് വേണം, വിവാഹം നടക്കണം. ശില്പ ബിടെക് എക്സാം നന്നായി എഴുതണം. ബ്രദർ റെറ്റിന ഇളകി ഓപ്പറേഷൻ കഴിഞ്ഞു, കാശ് ലഭിക്കണം. കർത്താവായ യേശുവേ, ഈ കുടുംബത്തെ അവിടുത്തെ കരങ്ങൾ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഹല്ലേലൂയ. ആ റിസൾട്ടുകളെല്ലാം ഏതെല്ലാം എക്സാമിനേഷന്റെ റിസൾട്ട് എഴുതിയിരിക്കുന്നു അവർക്കെല്ലാവരും ഉന്നത വിജയം ലഭിക്കുവാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞ് പൂർണ്ണമായിട്ട് കാഴ്ച പ്രാപിക്കട്ടെ. എന്റെ കർത്താവ് അങ്ങനെ ചെയ്യുന്നുണ്ട്. സ്വത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കരുനാഗപ്പള്ളിയിൽ നിന്ന് മേരി വിളിച്ചിരിക്കുന്നു. ടീച്ചറിന്റെ ഹസ്ബൻഡിന് നട്ടലിന് ഓപ്പറേഷൻ നടക്കുന്നു. അതിനായി പ്രാർത്ഥന ആവശ്യപ്പെട്ടിരിക്കുന്നു. പ്രിയപിതാവേ, ആ ജീവിതത്തിനായി പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ വളരെ സക്സസ്ഫുൾ ആയിട്ട് നടക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. കർത്താവേ, ആ വേദനകളെല്ലാം മാറേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. അതിന്റെ ദൈവിക നന്മ കർത്താവ് ആ ജീവിതത്തിന് മേൽ തുറന്നു നൽകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആതിര തിരുവനന്തപുരത്ത് വിളിച്ചിരിക്കുന്നു. കടഭാരം മാറണം. ആതിരയുടെ പിതാവ് ഗൾഫിൽ ശമ്പളക്കുറവാണ്. കർത്താവ് യേശുവിന്റെ നാമത്തിൽ കുടുംബത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ കടഭാരങ്ങളെല്ലാം മാറട്ടെ. ആ പിതാവിന് ഏറ്റവും നല്ല ജോലി ലഭിക്കട്ടെ. എന്റെ ഭർത്താവ് പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കുടപ്പനക്കുന്നിൽ നിന്ന് സുശീല ജോസ് വിളിച്ചിരിക്കുന്നു. ഗ്യാസ് ട്രബിളിന്റെ പ്രോബ്ലം ഉണ്ട്, തൊണ്ടയിൽ അസ്വസ്ഥത, ആഹാരം കഴിക്കാൻ വളരെയേറെ പ്രയാസപ്പെടുന്നു. നാളെ ഡോക്ടറിനെ കാണുവാൻ പോകുന്നു. പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. പ്രിയ പിതാവേ, ജീവിതത്തിനെ പ്രാർത്ഥിക്കുന്നു. ആ ഗ്യാസ് ട്രബിൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. പൂർണ്ണമായ സൗഖ്യം അവിടെ ഉണ്ടാവട്ടെ കർത്താവെ. ആഹാരം കഴിക്കുവാൻ തക്കോണം ജീവിതത്തിന്റെ ശാരീരികമായിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും മാറട്ടെ കർത്താവെ യേശുവിൻ നാമത്തിൽ തന്നെ. ജയ എറണാകുളത്ത് വിളിച്ചിരിക്കുന്നു. മകൾ ബിടെക് ഫൈനൽ ഇയർ എക്സാം കഴിഞ്ഞു. റിസൾട്ട് വന്നപ്പോൾ 2 സബ്ജക്റ്റ് ഫെയിലായി. പ്രാർത്ഥിക്കണം, ജയിക്കണം. എംടെക്കിന് ചെയ്യണം. കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ മകൾക്ക് പഠിക്കാനുള്ള കഴിവും ശക്തിയും ബുദ്ധിയും കൊടുത്ത് അനുഗ്രഹിക്കണം. അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ട് ജയം പ്രാപിച്ച് എംടെക്കിന് ചേരുവാനുള്ള വഴികൾ തുറക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഈ ലൈല നെയ്യാറ്റിൻകരയെ നമ്മെ അറിയിക്കുന്നത് ആ വ്യക്തിയുടെ സഹോദരൻ ഷിപ്പിലാണ് ജോലി ചെയ്യുന്നത്. കരയിലെത്താൻ വളരെ താമസമുണ്ട്. വയറിനകത്ത് അതിഭയങ്കരമായ വേദനയിൽ കുറേ ദിവസങ്ങളായി
ആ പ്രിയപ്പെട്ടവൻ ഭാരപ്പെടുന്ന മരുന്ന് കിട്ടാനുമില്ല. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ കരം ആ പ്രിയപ്പെട്ടവൻ്റെ മേൽ വയ്ക്കേണ്ടതിന് കരയിലും കടലിലും മറ്റ് വിവിധ മേഖലകളിൽ ജോലിയിലായിരിക്കുന്നവരുടെ ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ കർത്താവിൻ്റെ കരം കൂടെ ഇരുന്ന് പരിപാലിക്കണം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ വിവിധ തുറകളിൽ ജോലി ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ അങ്ങയുടെ സംരക്ഷണം അവിടുന്ന് പകരണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ സംരക്ഷണത്താൽ അവിടുന്ന് അവരെ നിറയ്ക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശേഷിച്ച് ഈ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൂർണ്ണ സൗഖ്യം ഇപ്പോൾ തന്നെ ആ ജീവിതത്തിന് ഉണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ. പുളങ്കടയിൽ നിന്ന് മേരി മാത്യു വിളിച്ചിരിക്കുന്ന കിഡ്നി സ്റ്റോണിനാൽ ഭാരപ്പെടുന്നത് സൗഖ്യം വേണം. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ പ്രിയ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സൗഖ്യമാകുന്ന കരമാടം മേൽ അങ്ങ് വെച്ച് പൂർണ്ണ വിടുതൽ, ആശ്വാസം, ബലവും അങ്ങ് നൽകി കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. വർക്കലയിൽ നിന്ന് സുനിത വിളിച്ചിരിക്കുന്നു. മകൻ നന്നായിട്ട് പഠിക്കണം, ബന്ധുക്കളുടെ ശത്രുത മാറണം. പ്രിയ പിതാവേ, ജീവിതത്തിന്റെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾ നീ മാനിക്കുന്ന ദൈവമാക്കി അതിനെ വാഴ്ത്തുന്നു. കർത്താവേ, ആ മകനെ കർത്താവെ ദൈവികമായ ജ്ഞാനത്താൽ നിറയ്ക്കുമാറാകണമേ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, അവരുടെ ബന്ധുമിത്രാദികളെല്ലാം ദൈവിക സ്നേഹത്തിലായിരിക്കാൻ, ദൈവിക ഐക്യതയിലായിരിക്കാൻ കർത്താവെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. തിരുവല്ല രതീഷ് വിളിച്ചിരുന്നു. ഷുഗർ കൂടി, കാല് പൊട്ടുന്നു, കാഴ്ച കുറവുണ്ട്, അതുപോലെ ടൈലറിംഗ് ഷോപ്പ് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കണം. കർത്താവ്, ഞങ്ങളെ പ്രിയ സഹോദരനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവിക ബലവും ആരോഗ്യം അവൻ്റെ ബലം ഉണ്ടാട്ടെ. ഷുഗറിന്റെ അളവ് അത് നോർമൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാലിന്മേൽ ദൈവിക സൗഖ്യം ഉണ്ടാട്ടെ. കർത്താവെ, ഹല്ലേലൂയ. കാഴ്ചയിൽ യേശുവിന്റെ നാമത്തിൽ വർധന ഉണ്ടാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ബിസിനസ്സിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. വലിയൊരു വർധന ഉണ്ടാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മാങ്ങാട്ട് നിന്ന് ലാലി വിളിച്ചിരിക്കുന്നു. മകൻ ജിതൻ 30 മുമ്പ് തീസിസ് അമേരിക്കയിൽ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ സെപ്റ്റംബറിൽ തന്നെ ജോലി ലഭിക്കണം. യേശുവിന്റെ നാമത്തിൽ ആ മകനെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആ മകനോട് നീ കൂടെ ഇരിക്കുമാറാണമേ. ദൈവിക കൃപയാൽ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുക, ഒരു ദൈവിക ശേഷിയാൽ നിറയ്ക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തക്ക സമയത്ത് തീസിസ് സബ്മിറ്റ് ചെയ്യുമെന്നൊക്കെ ഇടയാണ്ടനെ പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി തുറന്ന് നൽകി അനുഗ്രഹിക്കുന്നതിനെ സ്തോത്രം ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ. കോഴഞ്ചേരിയിൽ നിന്ന് കുഞ്ഞിനാമ വിളിച്ചിരിക്കുന്ന കൊച്ചുമകൾ കുവൈറ്റിൽ നിന്ന് വന്നത് മൂലം ഭയങ്കരമായി വൊമിറ്റിംഗ്, പ്രത്യേകമായി പ്രാർത്ഥിക്കണം. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ആ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങ് പൂർണ്ണമായി സൗഖ്യം നൽകിയാട്ടെ, പൂർണ്ണ വിടുതൽ നൽകിയാട്ടെ. കർത്താവ്, കാലാവസ്ഥ കർത്താവ് എല്ലാം അനുയോജ്യമാക്കി കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യത്തിൽ ബലം നൽകിയാട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. മാവേലിക്കരയിൽ നിന്ന് സൂസൻ വിളിച്ചിരിക്കുന്നു. മകളുടെ കുഞ്ഞിന് 2.5 വയസ്സ്, വയറുവേദനയും പനിയാലും ഭാരപ്പെടുന്നു. മകളുടെ ഹസ്ബൻഡ് ഗൾഫിൽ, ലൈസൻസ് കിട്ടിയിട്ടില്ല, അത് എത്രമേ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ വിഷയങ്ങൾ നിരക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പൈതലിന്മേൽ നിന്റെ ദൈവിക സൗഖ്യത്തെ നൽകിയതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ആ വയറുവേദന പനി മാറട്ടെ. കർത്താവെ, ആ ജീവിതത്തിന് കർത്താവ് ലൈസൻസ് കർത്താവെ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എത്രയും വേഗം കർത്താവ് അതിനായുള്ള കർത്താവ് കാര്യങ്ങൾ നീ ക്രമീകരിച്ച് അവർക്ക് വേണ്ട അനുകൂല സാഹചര്യങ്ങൾ നൽകുന്നതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ. സാറാമ കൊല്ലത്തു നിന്ന് നമ്മൾ അറിയിച്ചിരിക്കുന്നത് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ഷോർട്ട് പുട്ട് തലയിൽ വീണ് സീരിയസ് ആണ്, ഹെഡ് ഇഞ്ചുറി ഉണ്ട്. പ്രത്യേകം പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മോട് അറിയിച്ചിട്ടുണ്ട്. ആ കുഞ്ഞിന് വേണ്ടി വേഗം നമുക്ക് പ്രാർത്ഥിക്കാം. വളരെ സീരിയസ് ആയിട്ട് ആ കൊച്ച് ആയിരിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മേൽ അങ്ങയുടെ കരം നീട്ടും. ദീർഘായുസ്സും ആരോഗ്യവും ആ കുഞ്ഞിൻ്റെ മേൽ ഞങ്ങൾ കൽപ്പിക്കുന്നു. അത് ആരോഗ്യത്തോടെ ആയിരിക്കട്ടെ, സൗഖ്യമാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഈ ഓൾട്ടറിൽ വന്നിരിക്കുന്ന 100 വിഷയങ്ങൾ ഇന്ന് രാവിലെ ടെലഫോണിൽ വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളെല്ലാം ഇതിലേക്ക് അപ്പോഴപ്പോൾ തന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കും. ദൈവത്തിൻ്റെ കരം താങ്കളുടെ വിഷയത്തിന് വേണ്ടി നീട്ടും. മകൾ ഷീന വാഹനം ഓടിക്കുവാൻ ഭയം, വിവാഹം നടക്കണം. മിസ്റ്റർ ബേബി പട്ടത്തു നിന്നാണ് ഇത് വിളിച്ചറിയിച്ചിരിക്കുന്നത്. എപ്പിലെപ്സി ആയിട്ട് ജന്യ രോഗത്താൽ ഭാരപ്പെടുന്നു. ഉഷ ചീനിവിളയിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ചേച്ചിയുടെ മകൻ അരുൺ ആത്മഹത്യക്ക് ശ്രമിച്ചു, ഹോസ്പിറ്റലിലാണ്. അനിത കാട്ടാക്കട എന്നത് അറിയിച്ചിരിക്കുന്നത്. വിവാഹത്തിന് സാമ്പത്തിക ആവശ്യങ്ങൾ വേണം, വസ്തു വിൽക്കേണ്ടതായിട്ടുണ്ട്. മീര വെള്ളനാട് എന്നത് അറിയിച്ചിരിക്കുന്നു. വണ്ണം വയ്ക്കുവാൻ പ്രാർത്ഥിക്കണം. ചുമയും തുമ്മലും മാറണം, വണ്ണം വയ്ക്കാനും. അതിനിടയ്ക്ക് നമുക്കൊരു ടെലഫോൺ വന്നിട്ടുണ്ട്. ഹലോ, എന്തോ ഹലോ, അതെ, ഓക്കെ. എവിടെ നിന്നാ വിളിക്കുന്നേ? ഏത് സ്ഥലത്തുനിന്ന് ഏത് സ്ഥലത്തുനിന്ന് വിളിക്കുന്നേ? ഓക്കെ. വിളിക്കുന്ന ആളിന്റെ പേര്? തട്ടേക്കോട്. വിളിക്കുന്ന ആളിന്റെ പേരൂടെ ഒന്ന് പറഞ്ഞാട്ടെ.
സരോജം. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സരോജം ജീവിതം ക്യാൻസറിനാൽ ഭാരപ്പെടുന്നു. നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. വളരെ കൂടുതലാണെന്നാണ് നമ്മെ ഇപ്പോൾ ടെലഫോണിൽ വന്നവർ അറിയിച്ചിരിക്കുന്നത്. നോക്കിക്കേ, എമർജൻസി ആയിട്ട് പ്രാർത്ഥിക്കേണ്ട എന്തുമാത്രം വിഷയങ്ങൾ. പ്രേയിങ് കേരളയും ഹാർവസ്റ്റ് ടെലിവിഷനും കൂടെ ഈ പ്രാർത്ഥന 8 മണിക്കൂർ നിലനിർത്തിയാൽ, തുടർമാനമായി പോയാലും തീരാത്ത പോലെ പ്രാർത്ഥന വിഷയങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ സമൂഹം, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ ചുറ്റുപാടും ജനം കഷ്ടപ്പെടുമ്പോൾ ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്ക് അവരുടെ വിമോചനത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ഇടിവിൽ നിൽക്കുവാൻ ദൈവസഭ നമുക്ക് ഒന്നിച്ചെഴുന്നേൽക്കാം. ഈ ജീവിതങ്ങൾക്കായി നമുക്ക് ഒന്നിച്ച് യേശുവിൽ വിശ്വസിക്കുന്നതിന്റെ അടയാളമായി കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കാം. ക്യാൻസർ രോഗത്താൽ ഭാരപ്പെടുന്ന, പ്രത്യേകിച്ച് ഇപ്പോൾ ടെലഫോണിൽ വന്ന് വിളിച്ചറിയിച്ച വിഷയത്തിനായി, ജീവിതത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അതോടൊപ്പം ലോകരാജ്യങ്ങളിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചറിയിച്ചിരിക്കുന്ന ജീവിതങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അവർ സൗഖ്യമാകട്ടെ. ഹോസ്പിറ്റലിലെ ചികിത്സയിലോ വീടുകളിൽ ആണെങ്കിലും എവിടെ ഈ രോഗികളായിരിക്കുന്നെങ്കിലും യേശുവേ, അങ്ങയുടെ കരം ഇപ്പോൾ അവർക്ക് വേണ്ടി നീട്ടും. പൂർണ്ണ സൗഖ്യം യേശുവിൻ നാമത്തിൽ ഉണ്ടാകുമാറാകട്ടെ. നന്മയോടെ അവിടുന്ന് വരെ എഴുന്നേൽപ്പിക്കും. യേശുവിൻ്റെ ജീവൻ അവരിൽ വ്യക്തമായി ഉണ്ടാകട്ടെ യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. യാത്രയിലായിരിക്കുന്നവർക്കായി വിശേഷിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയിൽ മുൻനിരയിൽ വന്ന് വിഷയങ്ങൾ അനൗൺസ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സിസ്റ്റർ അനിത, അവർ കുടുംബമായി മക്കളോടൊപ്പം ഓസ്ട്രേലിയയിലേക്കുള്ള യാത്രയിലാണ്. ഇപ്പോൾ രാവിലെ ഇന്തോനേഷ്യയിൽ അവർ എത്തിയിട്ടുണ്ടാകും. അവരുടെ യാത്രയിൽ സുഗമമായ യാത്ര ഉണ്ടാകേണ്ടതിന്, ദൈവത്തിൻ്റെ കരുതൽ അവരുടെ മേൽ ഉണ്ടാകേണ്ടതിന് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് യാത്ര ചെയ്യുന്ന അനേകർ പ്രാർത്ഥന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചറിയിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും താങ്കളോ താങ്കളുടെ പ്രിയപ്പെട്ടവരോ യാത്ര പോകുമ്പോൾ പ്രാർത്ഥനയ്ക്കായി വിളിച്ചു പറയണം. അത് ദൈവത്തിൻ്റെ മക്കളുടെ പ്രാർത്ഥന നമുക്ക് എപ്പോഴും അനുഗ്രഹമായിരിക്കും. 2 കരങ്ങളും ഉയർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാത്രയിലായിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സിസ്റ്റർ അനിതയെ, ജോൺ ചാനെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുഞ്ഞുങ്ങളെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ക്ഷമമായ യാത്ര അവർക്കുണ്ടാകട്ടെ. പുരാതനായ ദൈവമേ, കീഴെ ശാശ്വത ഭുജങ്ങളിൽ അവിടുന്ന് അവരെ വഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേരളത്തിൽ യാത്രയോടനുബന്ധിച്ച് പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന ഓരോ ജീവിതത്തെയും നിന്റെ ബലമുള്ള കരം കൊണ്ട് അവിടുന്ന് സംരക്ഷിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഓൾട്ടറിൽ വെച്ചിരിക്കുന്ന ഓരോ വിഷയത്തിന്റെ മേലും അങ്ങയുടെ കരം നീട്ടും. എൻ്റെ കർത്താവേ, അടുത്ത നിമിഷങ്ങളിൽ ഈ പ്രിയപ്പെട്ടവർ വിളിച്ചു പറയുന്നത് അവരുടെ വിടുതലിന്റെ സാക്ഷ്യമാകട്ടെ. ഷോട്ട് പുട്ട് തലയിൽ വീണ് ക്ലേശം അനുഭവിക്കുന്ന കുഞ്ഞിന്റെ മേല് ഞങ്ങൾ ദീർഘായുസ് കൽപ്പിക്കുന്നു. വണ്ണം വെക്കേണ്ട ശരീരങ്ങളിൽ വണ്ണം ഉണ്ടാകട്ടെ. വണ്ണം മാറേണ്ട ശരീരങ്ങളിൽ നിന്ന് അത് ഇല്ലാതായി പോകട്ടെ. അവരുടെ ശരീരം നോർമലായി തീരട്ടെ. ക്രമത്തിലധികമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന രക്തസമ്മർദ്ദത്തിൽ നിന്ന് ജീവിതങ്ങളെ ഇവിടുന്ന് വിടുവിക്കും യേശുവിന്റെ നാമത്തിൽ. പ്രമേഹ രോഗികൾ സൗഖ്യമാകട്ടെ. ഉദര സംബന്ധമായ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ ജീവിതങ്ങളിൽ നിന്ന് മാറട്ടെ. ക്യാൻസർ മാറട്ടെ. ത്വക്ക് രോഗങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. യൂട്രസ് സംബന്ധമായ രോഗങ്ങൾ, വിഷയങ്ങൾ, ഫൈബ്രോയിഡ്സ്, അത് യേശുവിൻ നാമത്തിൽ ആ ശരീരങ്ങളിൽ നിന്ന് പൂർണ്ണമായി അപ്രത്യക്ഷമാകട്ടെ. അവിടുന്ന് അത് ചെയ്തത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. എറണാകുളത്ത് വിളിച്ചിരിക്കുന്നു. മകളുടെ കടഭാരം, ഇളയ മകന്റെ മദ്യപാനം മാറണം, വിവാഹം നടക്കണം, വീട് പണി തീരണം, മകൻ 25,000 രൂപ കിട്ടുവാനുണ്ട്, അനിയത്തിയുടെ മകളുടെ സാധനങ്ങൾ നഷ്ടപ്പെട്ടു, വളർത്തുമകളുടെ വിവാഹം നടക്കും. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഈ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവേ, അവിടുന്ന് ഹാലലൂയ കുടുംബത്തിന്റെ അവസ്ഥകൾ അറിഞ്ഞ് അവരോട് ഇടപെട്ടതിനായി സ്വത്രം, മറുപടി തന്നതിനായി സ്വത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അമ്മയ്ക്ക് സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നു. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പ്രിയ സഹോദരന്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ നിമിഷം തന്നെ ദൈവിക ബലവും ആരോഗ്യവും ആ മാതാവിന്റെ മേൽ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ശാന്ത ആറ്റിങ്ങൾ വിളിച്ചിരിക്കുന്നു. ഇന്ന് ജാതി സർട്ടിഫിക്കറ്റ് ലഭിക്കുവാൻ വേണ്ടി ഓഫീസിൽ പോകുന്നു. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഈ വിഷയത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവർ ആ സർട്ടിഫിക്കറ്റിന് വേണ്ടി പോകുമ്പോൾ കർത്താവേ, അത് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരോട് അവിടുന്ന് ഇടപെട്ട് എത്രയും പെട്ടെന്ന് അത് ലഭിക്കുന്നതിനായി സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നെയ്യാറ്റിൻകരയിൽ ബിനു വിളിച്ചിരിക്കുന്നു. 2 ദിവസമായിട്ട് ജോലിക്ക് പോകാൻ മടുപ്പ്. കർത്താവ്, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ പ്രിയ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലിക്കുള്ള ആഗ്രഹം ഉണ്ടാകട്ടെ. ജോലിയിൽ കർത്താവ് എല്ലാ കാര്യങ്ങളും അനുകൂലമാക്കി കൊടുക്കട്ടെ. നല്ല ഉയർച്ച നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ.
പോസ്റ്റ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് വിളിച്ചിരിക്കുന്നു. വസ്തു വിൽക്കുന്നതിന്റെ എഗ്രിമെന്റ് ഏപ്രിൽ 30 തീർന്നു. ഇതുവരെ എഴുതിയില്ല. ആളിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വസ്തു വിൽക്കുന്നതിന് എതിരായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറട്ടെ. ആ ഹൃദയങ്ങളോട് എന്റെ കർത്താവ് യേശു ഇടപെടട്ടെ. എന്റെ കർത്താവ് ഇടപെട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ട്രിവാൻഡ്രത്ത് നിന്ന് ലില്ലി വിളിച്ചിരുന്ന കൊച്ചുമകൻ അനന്തന് തലവേദന തലകർക്കും പൂർണ്ണമായി സൗഖ്യമാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനന്തനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം ആരോഗ്യം വിടുതലും ആ പൈതലിന്റെ മേൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ഇന്ന് പ്രഭാതത്തിൽ പ്രാർത്ഥനാ കേരളത്തിൽ പങ്കാളികളായ എല്ലാ ജീവിതങ്ങൾക്കും വേണ്ടി ഞാൻ ആ വാക്യം ഒരിക്കൽ കൂടെ ദൈവത്തിന്റെ ആത്മാവ് തരുന്ന പ്രത്യേക പ്രേരണയിൽ ഞാനിത് വായിക്കട്ടെ. ഹഗായി പ്രവചനം 2-ാം അധ്യായം 6-ാമത്തെ വാക്യം. ബുക്ക് ഓഫ് ഹഗായി chapter 2 verse 6. For thus says the Lord of hosts, once more I will shake heaven and earth, the sea and dry land for you. ഒരിക്കൽ കൂടെ കർത്താവിന്റെ ആത്മാവ് പറയുന്നത്, നിനക്ക് വേണ്ടി ഇളക്കേണ്ടതിനെ കർത്താവ് ഇളക്കും. ഇളക്കേണ്ടതിനെ കർത്താവ് ഇളക്കും. അടുത്ത മണിക്കൂറുകളിൽ താങ്കൾ കാണുന്നത് ഇളകി മാറാതിരുന്നത് കർത്താവിൻ്റെ കരം, യേശുവിൻ്റെ കരം വന്ന് അത് ഇളക്കി മാറ്റി താങ്കൾ സ്വാതന്ത്ര്യത്തിൽ തുറന്ന സ്വർഗത്തിന് കീഴിൽ തുറന്ന വാതിലിൽ ദൈവകൃപയുടെ സമൃദ്ധി അനുഭവിക്കുന്നത് താങ്കൾ കാണും. വിഷയങ്ങൾ പരിഹരിക്കപ്പെടും, രോഗങ്ങൾ സൗഖ്യമാകും, താങ്കൾ വീണ്ടും എഴുന്നേൽക്കും. പഴയതിനേക്കാൾ ശ്രേഷ്ഠമായ നന്മയിലേക്ക്, ഭാവിയിലേക്ക്, ഉയർച്ചയിലേക്ക് യേശു കർത്താവ് താങ്കളെ എഴുന്നേൽപ്പിക്കും. അവിടുത്തെ പ്രവർത്തികൾ വലുതല്ലോ. നാളെ പ്രഭാതത്തിൽ വീണ്ടും നമ്മൾ കാണണം. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ജീവിതങ്ങൾ വിടുവിക്കപ്പെടട്ടെ. മറ്റുള്ളവരെ അറിയിക്കുന്നതിൽ ഞങ്ങൾ പ്രത്യേകം നന്ദി പറയുന്നു. 7 മണിക്ക് ശേഷം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ഈ ശുശ്രൂഷയെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് താങ്കൾക്ക് തരുന്ന ആലോചനകൾ ഞങ്ങളെ അറിയിക്കണമെന്ന് വിശേഷിയാൽ ഞങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു. 29, 30, 31 തീയതികളിൽ ഉപവാസ പ്രാർത്ഥന. ഇന്ന് തന്നെ അവധികൾ ക്രമീകരിക്കുമല്ലോ. ദൈവം നമ്മെ സഹായിക്കട്ടെ. വ്യാഴാഴ്ച രാത്രി 9:30 മുതൽ 10:00 വരെയുള്ള സമയം നമ്മൾ വിലക്കയറ്റം നിയന്ത്രിക്കപ്പെടേണ്ടതിന് നമ്മൾ വിശേഷ പ്രാർത്ഥിക്കും. അതിനുവേണ്ടി വിശിഷ്യ ഒരുങ്ങുവാൻ ലോകരാജ്യങ്ങളിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെ, പ്രിയമുള്ളവരെ, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുവാൻ എല്ലാവരെയും അറിയിക്കുന്നു. ഈ ശുശ്രൂഷ ഹാർവസ്റ്റ് ടിവിയിൽ മാത്രമേ ഉള്ളൂ. 2 കരങ്ങളും ഉയർത്തി ഹാർവസ്റ്റ് ടിവിയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഹാർവസ്റ്റ് ടിവി കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രൈം കേരളയെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പ്രൈം കേരള കുടുംബത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഓരോരുത്തരുടെയും ബിസിനസ് മേഖലകളിൽ, വരുമാന മാർഗങ്ങളിൽ, ജോലി മണ്ഡലങ്ങളിൽ, യാത്രകൾ, സ്കൂളുകൾ, കോളേജുകൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവിക നന്മയാൽ നിറയപ്പെടട്ടെ യേശുവിന്റെ നാമത്തിൽ. രോഗികൾ ആ രോഗമുള്ള ഭാഗത്ത് കരം വയ്ക്കുക. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്പോൾ തന്നെ അവർ സൗഖ്യമുള്ളവരായി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ ജീവൻ അവർ വ്യക്തമായി അനുഭവിക്കട്ടെ. കൃപയിൽ എല്ലാവരെയും സൂക്ഷിക്കും യേശുവിൻ നാമത്തിൽ.